അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിലെ അടുത്തൊരു ക്വസ്റ്റൻ ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ എഴുതിക്കണത് കാണാൻ പറ്റുന്നുണ്ടാവും. റാൻഡം സാമ്പിൾ ഓഫ് എത്രയാണ് 110 lightning flashes in a certain region resulted in a sample average radar echo duration of എത്രയാണ് 0.81 സെക്കൻഡ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 110 ലൈറ്റ്നിങ് ഫ്ലാഷസിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ 110 എന്ന് പറയുന്നതാണ് നമ്മുടെ സാമ്പിൾ സൈസ് വരാൻ പോണത്. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പറയണത് എന്താ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് എഴുതാവുന്നത് നമ്മളെടുത്താണ് സാമ്പിളിൻ്റെ സൈസ് അഥവാ n എന്ന് പറയുന്നത് 110 ആണെന്ന് എഴുതാം. ഓഫ് us in a certain region resulted in a sample average radar echo duration. കണ്ടു, സാമ്പിളിൻ്റെ ആവറേജ് എത്രയാണെന്നാണ് പറയണത്? സാമ്പിളിൻ്റെ ആവറേജ് 0.81 സെക്കൻഡ് ആണെന്ന് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സാമ്പിളിൻ്റെ ആവറേജ് എന്ന് വെച്ചാൽ സാമ്പിൾ മീൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ് ബാറിൻ്റെ വാല്യൂ എത്രയാണ്? 0.81 ആണെന്ന് എടുക്കാം. കണ്ടു, ഇതുപോലെ. ആൻഡ് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുക, അല്ലായിരുന്നോ? അപ്പോൾ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് പറയണത്? 0.34 സെക്കൻഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എസിൻ്റെ വാല്യൂ 0.34 ആണെന്ന് കൊടുക്കാം. ഓക്കെ, ഇത്രയും എടുത്തതിന് ശേഷം ക്വസ്റ്റ്യനിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറയണത് എന്താ? കാൽക്കുലേറ്റ് 99% കോൺഫിഡൻസ് ഇൻ്റർവൽ ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ, 99% ആണ്. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ 95% ആയിരുന്നു. ഇവിടെ 99% കോൺഫിഡൻസ് ഇൻ്റർവൽ കൺസ്ട്രക്ട് ചെയ്യണം. ആർക്കാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്? ഫോർ ട്രൂ ആവറേജ്. കണ്ടോ, ആവറേജ് എന്ന് വെച്ചാൽ മീനിനെ പറയണ മറ്റൊരു പേരാണെന്ന് അറിയാലോ. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ട കോൺഫിഡൻസ് ഇൻ്റർവൽ ട്രൂ ആവറേജ് ഇക്വൽ ഡ്യൂറേഷൻ ആർക്കാ? മ്യൂവിനാണ് നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്? കോൺഫിഡൻസ് ഇൻ്റർവൽ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ആൻഡ് ഇൻ്റർപ്രറ്റ് ദ റിസൾട്ടിങ് ഇൻ്റർവൽ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തെന്നാ? 99% കോൺഫിഡൻസ് ഇൻ്റർവൽ. അപ്പോൾ കോൺഫിഡൻസ് ഇൻ്റർവലിനെ നമുക്ക് വേണമെങ്കിൽ CI എന്ന് ഡിനോട്ട് ചെയ്യാം എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ 99% കോൺഫിഡൻസ് ഇൻ്റർവൽ ആരുടെ കേസിലാണ്? ഫോർ മീനിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ കാണാനുള്ള ഫോർമുല എങ്ങനെയാണെന്നാണ് പഠിച്ചിരുന്നത്? ഞാൻ പഠിപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഫോർമുല എങ്ങനെയാണ്? എക്സ് ബാർ പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് എന്തായിരുന്നു ഫോർമുല? Z∝/2 എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിരുന്നത്. ശരിയല്ലേ? ശരിക്കുള്ള ഫോർമുല നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്: Z∝/2 ഇൻറ്റു S/√10. ഇതാണ് ശരിക്കുള്ള ഫോർമുല. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ പറഞ്ഞു തന്നിരുന്നു. ഈ 99%ൻ്റെ കേസിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ചെയ്യണത് 99%ൻ്റെ കേസിലാണ് നമ്മൾ എന്തെടുക്കുക? ഇങ്ങനത്തെ കേസുകളിൽ Z∝/2ൻ്റെ വാല്യൂ എത്ര എടുത്തോളം പറഞ്ഞിട്ടുണ്ടായി? Z∝/2ൻ്റെ വാല്യൂ 2.58 എടുത്തോളം പറഞ്ഞിട്ടുണ്ടായി. ഓർമ്മയുണ്ടോ? 95%ൻ്റെ കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യനിൽ അത് നമ്മൾ എടുത്തിരുന്നത് 1.96% ആണ്. ഇവിടെ ഇത് 2.58% ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ വരണേന്ന് നോക്കിക്കോളൂ നിങ്ങൾ. ഈ Z∝/2 ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോൺഫിഡൻസ് ഇൻ്റർവൽ ഇത് ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചാൽ മതി. ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് ഇത് എന്തായിട്ട് മാറും നോക്കിക്കോളൂ കേട്ടോ. ഈ ഫോർമുല പ്രകാരം എക്സ് ബാർ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ബാറിന് പകരം 0.81 കൊടുക്കാം. പ്ലസ് ഓർ മൈനസ് Z∝/2 എന്ന് പറയുന്നത് 2.58 ആണ്. ഇൻറ്റു S/√10. എസിൻ്റെ വാല്യൂ എത്രയാണ്? 0.34/√n എന്ന് വെച്ച് കഴിഞ്ഞാൽ √110 വരും. കണ്ടു, എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ വരാൻ പോകുന്നത് ഏകദേശം ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം 0.81 പ്ലസ് ഓർ മൈനസ് 2.58 ഇൻറ്റു ഈ ഒരു നമ്പർ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടാൻ പോണത് 0.8 വെച്ചിട്ടുള്ളൊരു വാല്യൂ ആണ്, അല്ലെങ്കിൽ 0.083 എന്നൊക്കെയുള്ളൊരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 4 ഡെസിമൽ വരെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പ്ലസ് ഓർ മൈനസ് എന്നുള്ളതിനെ 2 വ്യത്യസ്ത വാല്യൂസ് ആക്കി എഴുതുക. അതായത് 0.81 മൈനസ് 0.836 എന്ന് എഴുതാം, അല്ലെങ്കിൽ 0.81 പ്ലസ് 0.0836 എന്നാക്കുക. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റത്തെ കേസിലെ വാല്യൂ എത്രയാണ് വരാൻ പോണത്? 0.7263 എന്നൊക്കെ കിട്ടും. അതല്ലെങ്കിൽ രണ്ടാമത്തെ കേസിലെ വാല്യൂ പ്ലസ് ചെയ്യുമ്പോഴത്തെ വാല്യൂ എത്രയാണെന്ന് കിട്ടും? 0.8936 ആണെന്നും കിട്ടും. കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്താണെന്ന് എഴുതാം. അപ്പോൾ ഇത് നോക്കിക്കോളൂ. ഇവിടെ എഴുതാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ അഥവാ CI എന്ന് പറയുന്നത്. എങ്ങനെ എഴുതുക? ഇതിലത്തെ ചെറിയ വാല്യൂ ആദ്യം എഴുതുക. അതായത് എന്തെന്നാ? 0.7263 കോമ അടുത്ത വാല്യൂ വരുന്നത് 0.8936 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് വരിക? റിക്വയർഡ് കോൺഫിഡൻസ് ഇൻ്റർവൽ. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ അവർ എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്? ഈ ഡാറ്റനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അതായത് ഈ കോൺഫിഡൻസ് ഇൻ്റർവൽ ഇങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അർത്ഥം എന്താ? പ്രോബബിലിറ്റി ദാറ്റ്
നമ്മുടെ മ്യൂവിൻ്റെ വാല്യൂ അഥവാ ട്രൂ ആവറേജ് അഥവാ മ്യൂ എന്ന് പറയുന്ന ആൾ ഈ ഇൻ്റർവെല്ലിൽ നിൽക്കാനുള്ള പ്രോബബിലിറ്റി, അതായത് ഏത് ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണ് 0.7263, 0.8936 എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ മ്യൂ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് പറയണേ? 99% പ്രോബബിലിറ്റി. 99% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.99 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി. അത് അത്രത്തോളം സാധ്യതയുണ്ട് ഈ മ്യൂ ഇതിൻ്റെ ഉള്ളിൽ വരാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ 99% കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ അർത്ഥം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത് ആരെയാ? മ്യൂവിനെയാണ്. ഈ മ്യൂവിൻ്റെ വാല്യൂ ഈ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് അർത്ഥം? 0.99. ഈ 0.99 എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലായല്ലോ? 99%നെ പ്രോബബിലിറ്റിയിലോട്ട് മാറ്റാൻ ഡിവൈഡഡ് ബൈ 100 ചെയ്തതാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തോളുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ടൈപ്പിൽ 2 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്തത് 95% കോൺഫിഡൻസ് ഇൻ്റർവൽ, ഇത് 99%ൻ്റെ ആണ്. അപ്പോൾ ഇത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിനും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മീൻ ആയിരുന്നു പഠിച്ചിരുന്നത്. ഓക്കെ, എന്നാൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലാർജ് സാമ്പിളുകളുടെ കേസിൽ കോൺഫിഡൻസ് ഇൻ്റർവൽ. ആർക്കുള്ള കോൺഫിഡൻസ് ഇൻ്റർവലാണ്? പ്രൊപ്പോർഷന് വേണ്ട കോൺഫിഡൻസ് ഇൻ്റർവൽ എങ്ങനെ കാണാം എന്നുള്ളതാണ് പറയാൻ പോണത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പ്രൊപ്പോർഷൻ്റെ കേസിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പോവാണ്? പി ഡാഷ് അഥവാ പി ക്യാപ്പ് എന്നൊക്കെ ചില ബുക്കിൽ കാണാം. പി ഡാഷ് എന്ന് പറയുന്ന ഒരാളെ ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതെന്താ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പി ഡാഷ് എന്താ എഴുതാൻ പോണേ എന്നുള്ളത് അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. പി ഡാഷ് എന്ന് പറയുന്നത് എന്താ എഴുതിയിരിക്കണത്? എക്സ് ബൈ എൻ. ഈ എക്സ് ബൈ എൻ എന്താണെന്ന് എഴുതിയിരിക്കണേ? ബി ദ പ്രൊപ്പോർഷൻ ഓഫ് സക്സസ്. അപ്പോൾ പി ഡാഷ് എന്തിനാണ് ഡിനോട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പോർഷൻ ഓഫ് സക്സസിനാണ് ഡിനോട്ട് ചെയ്യണതെന്ന് പറയാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്ത കാര്യം എവിടെ നിന്ന് എടുത്തതെന്ന് പറയണം. ഇറ്റ് ഈസ് ഡ്രോൺ ഫ്രം എ ബൈനോമിയൽ പോപ്പുലേഷനിൽ നിന്ന് എടുത്തതെന്ന് വിചാരിക്കുക. അതിൻ്റെ പാരാമീറ്റേഴ്സായിട്ട് ആരൊക്കെ ഡിഫൈൻ ചെയ്യാം? എന്നും പിയും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് ഈ എടുത്ത സാമ്പിൾ, ഇതൊരു സാമ്പിളിൻ്റെ കേസിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ എടുത്തക്കണ കേസ് അല്ലെങ്കിൽ നമ്മൾ എടുക്കണ ഇവിടുത്തെ പോപ്പുലേഷൻ മെയിൻ ആളെന്ന് പറയുന്നത് എന്തിനെ ഫോളോ ചെയ്യണതാണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുക. അതിൻ്റെ മീൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് ആയിട്ട് ആരൊക്കെ എടുക്കുന്നത്? എന്നും പിയും. അപ്പോൾ അതാണ് നമ്മൾ എഴുതാൻ പോണത്. ഇതിൽ നമുക്ക് പിയുടെ വാല്യൂ അൺനോൺ ആണ് കേട്ടോ. എൻ എന്ന് പറയുന്നത് ലാർജും ആണ്. അപ്പോൾ ഈ ഒരു അസംഷനാണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ ഒരു കേസിൽ നമ്മൾ എടുക്കുന്ന പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈനോമിയൽ ആണ്. അതിൽ തന്നെ പിയുടെ വാല്യൂ നമുക്ക് അറിയില്ല, എൻ എന്ന് പറയുന്നത് ലാർജും ആണ്. അപ്പോൾ ഈ കാര്യമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് എഴുതാൻ പോണത്. അപ്പോൾ അതാ ഇവിടെ എഴുതിക്കണ പോലെ തന്നെ കാണാമല്ലോ. ലെറ്റ് എ സാമ്പിൾ ഓഫ് സൈസ് എൻ be drawn from a binomial population with parameters n and p. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, പിയുടെ വാല്യൂ നമുക്ക് അറിയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇതൊരു ലാർജ് സാമ്പിളായ കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. അതായത് എന്തെന്നാ സെഡ് ഇസ് ഈക്വൽ ടു എന്നിട്ട് നമ്മളൊരാളെ ഡിഫൈൻ ചെയ്യാണ്. സെഡ് ഇസ് ഈക്വൽ ടു അതിൻ്റെ ഫോർമുല വരുന്നത് ഇങ്ങനെയാണ്: പി ഡാഷ് മൈനസ് എന്തെന്നാ പി ബൈ സിഗ്മ ബൈ റൂട്ട് എന്നൊക്കെ നേരത്തെ എഴുതിയിരുന്നില്ല, അതേപോലെ നമുക്കിവിടെ എന്താ എഴുതാം? പി ഡാഷ് മൈനസ് പി ബൈ റൂട്ട് ഓഫ് താഴത്ത് വരുന്നത് എന്തൊക്കെയാ? പി ക്യൂ ബൈ എൻ എന്ന് എഴുതാം. ഓക്കെ, ഇതെന്ത് ഫോളോ ചെയ്യുമെന്ന് ഉറപ്പിക്കാം. ഈ എഴുതിയ ആൾ എന്ത് ഡിസ്ട്രിബ്യൂഷനെ ഫോളോ ചെയ്യും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. അതായത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോൾ എന്നിൻ്റെ വാല്യൂ ലാർജ് ആണെങ്കിൽ, അതായത് നമ്മളെടുത്ത സാമ്പിൾ വളരെ വലുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ എഴുതിയ സെഡ് എന്ന് പറയുന്നത് പി ഡാഷ് മൈനസ് പി ബൈ റൂട്ട് ഓഫ് പി ക്യൂ ബൈ എൻ ആണ്. ഇത് നമുക്ക് എന്താണെന്ന് പറയാം? നോർമൽ ഡിസ്ട്രിബ്യൂഷനെയാണ് ഫോളോ ചെയ്യാന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കേസിലെ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് നമുക്ക് കിട്ടേണ്ടത് ആരുടെ കോൺഫിഡൻസ് ഇൻ്റർവലാണ്? ഈ പി, ഇവിടുത്തെ നമ്മൾ എഴുതിയ പി ഉണ്ടല്ലോ, അത് എന്തിൻ്റെ ഉള്ളിലേക്ക് എടുക്കണേ എന്നുള്ളതിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവലാണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നോക്കിക്കോളൂ. നമ്മളിവിടെ പറയാൻ പോണത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ 2 തരം കോൺഫിഡൻസ് ഇൻ്റർവൽസ് ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. 100, അതായത് നമുക്ക് 95% ചോദിക്കാം, 99%ൻ്റെ കേസും ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ പ്രൊപ്പോർഷൻ്റെ കേസിലെ കോൺഫിഡൻസ് ഇൻ്റർവൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ എഴുതിയ ഫോർമുല പോലൊക്കെ തന്നെയാണ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. നേരത്തെ എഴുതിയ ഫോർമുല ഓർമ്മയുണ്ടോ? നേരത്തെ എഴുതിയത് എക്സ് ബാർ പ്ലസ് ഓർ മൈനസ് എന്നൊക്കെ ആയിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ കോൺഫിഡൻസ് ഇൻ്റർവൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഡാഷ് പ്ലസ് ഓർ മൈനസ് സെഡ് ആൽഫ ബൈ 2. അപ്പോൾ നേരത്തെ എക്സ് ബാറിന് പകരം പി ഡാഷ് എഴുതുക, പ്ലസ് ഓർ മൈനസ് എഴുതുക, സെഡ് ആൽഫ ബൈ 2 എന്ന് എഴുതുക, ഇൻ ടു റൂട്ട് ഓഫ് എന്തെന്ന് എഴുതാം?
പി ക്യൂ ബൈ എൻ എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പോൾ പി ക്യൂ ബൈ എൻ എന്ന് എഴുതുന്നതിന് പകരം ലാർജ് സാമ്പിളുകളുടെ കേസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? പിക്ക് പകരം പി ഡാഷ് എന്നും ക്യൂവിന് പകരം ക്യൂ ഡാഷ് എന്നും ബൈ എന്തെന്ന് എഴുതാം? എൻ എന്നും എഴുതാം. മനസ്സിലായോ? അതായത് ഇവിടെ നമ്മൾ ഈ എഴുതിയ ഫോർമുലയിലും അത് ഉപയോഗിക്കാം. അതായത് ഇവിടുത്തെ പിക്ക് പകരം പി ഡാഷും താഴത്തെ ക്യൂവിന് പകരം എന്താ? ക്യൂ ഡാഷും കൊടുക്കുക. ഇത് എപ്പോഴാണ് പറ്റുള്ളൂ? സാമ്പിളിൻ്റെ സൈസ് ലാർജ് ആണെങ്കിൽ പി എന്ന് പറയുന്ന ആളുടെ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ പിക്ക് പകരമായിട്ട് നമുക്ക് ആരും ഉപയോഗിക്കാം? പി ഡാഷ് ഉപയോഗിക്കാം. എപ്പോൾ? സാമ്പിൾ ലാർജ് ആണെങ്കിൽ മാത്രം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാനുള്ളതും ലാർജ് സാമ്പിളിൻ്റെ കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിക്ക് പകരം പി ഡാഷ് ഉപയോഗിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫോർമുല അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇൻ്റർവെലിൻ്റെ ഫോർമുല വരുന്നത് എന്താ? പി ഡാഷ് പ്ലസ് ഓർ മൈനസ് സെഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് എന്തെന്ന് വരും? പി ഡാഷ് ക്യൂ ഡാഷ് ബൈ എൻ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കേസുകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ 95% കോൺഫിഡൻസ് ഇൻ്റർവെലിൻ്റെ കേസിൽ നമ്മൾ എന്തെടുക്കണം? നേരത്തെ ചെയ്ത സെയിം കാര്യം കേട്ടോ. വി ടേക്ക് സെഡ് ആൽഫ ബൈ 2ൻ്റെ വാല്യൂ എത്രയാക്കി എടുക്കുക? 95% ആണെങ്കിൽ 1.96 എന്നും, ഇതുപോലെ 98 അല്ലെങ്കിൽ 99% കോൺഫിഡൻസ് ഇൻ്റർവെലിൻ്റെ കേസിൽ നമ്മൾ എന്തെടുക്കണം? സെഡ് ആൽഫ ബൈ 2ൻ്റെ വാല്യൂ ആയിട്ട് 2.58 കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചുകൂടാ. അപ്പോൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ പ്രൊപ്പോർഷൻ അഥവാ പിയുടെ കേസിലത്തെ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ മീനിൻ്റെ കേസിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെൽ കണ്ടു. ഇപ്പോൾ പ്രൊപ്പോർഷൻ്റെ കേസിലത്തെ കോൺഫിഡൻസ് ഇൻ്റർവെൽ കണ്ടു. എന്തെന്ന ഫോർമുല? പി ഡാഷ് പ്ലസ് ഓർ മൈനസ് സെഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് പി ഡാഷ് ക്യൂ ഡാഷ് ബൈ എൻ. അപ്പോൾ ഈ ഫോർമുല വെച്ചുള്ള ക്വസ്റ്റൻ ആണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റനിലേക്കാണ് പോണത്. ഇവിടെ എഴുതിക്കണ കാണാം. എ റാൻഡം സാമ്പിൾ ഓഫ് 500 ആപ്പിൾസ് വാസ് ടേക്കൺ ഫ്രം എ ലാർജ് പോപ്പുലേഷൻ ആൻഡ് 65 were found to be bad. അപ്പോൾ നമ്മൾ എത്ര ആപ്പിളാണ് സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ എത്ര ആപ്പിളിൻ്റെ സാമ്പിളാണ് സെലക്ട് ചെയ്തത്? 500 ആപ്പിളുകളുടെ ഒരു സാമ്പിൾ. അപ്പോൾ സാമ്പിളിൻ്റെ സൈസ് അഥവാ എൻ എന്ന് പറയുന്നത് 500 ആണെന്ന് പറയാം. ഓക്കെ, ആ എടുത്ത 500 എണ്ണത്തിൽ അത് എവിടെ നിന്ന് എടുത്തത്? ഒരു വലിയ പോപ്പുലേഷനിൽ നിന്ന് എടുത്തതെന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ എന്താ പറയണേ? 65 എണ്ണം. നമ്മൾ ഈ എടുത്ത 500 എണ്ണത്തിൽ 65 എണ്ണം എന്തായിരുന്നു? ബാഡ് ആയിരുന്നു അല്ലെങ്കിൽ കേടായിരുന്നു. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് എന്ത് കൺസ്ട്രക്ട് ചെയ്യാനാണ്? ഒബ്റ്റെയിൻ എ 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ. അപ്പോൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഒരു 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ആണ്. ആർക്കാണ്? ഫോർ പ്രൊപ്പോർഷൻ ഓഫ് ബാഡ് ആപ്പിൾസ്. ശ്രദ്ധിച്ചോ? അപ്പോൾ നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ കൺസ്ട്രക്ട് ചെയ്യാൻ പോണത് എന്തിനാണ്? പ്രൊപ്പോർഷൻ അഥവാ പെർസെൻറ്റേജ് എന്ന് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടോ? കൺസ്ട്രക്ട് കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ പെർസെൻറ്റേജ് ഓഫ് ബാഡ് ആപ്പിൾസ് എന്ന് പറഞ്ഞാലും ഈ സെയിം ലോജിക്കാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാമ്പിളിൻ്റെ സൈസ് 500 ആണെന്ന് എഴുതി. ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാണ്. എക്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ എണ്ണത്തിന് എടുക്കണമെന്ന് വിചാരിക്കുക? നമ്പർ ഓഫ് ബാഡ് ആപ്പിൾസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ റാൻഡം വേരിയബിൾ ആണ്. നമ്മുടെ കേസിൽ ഈ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 65 ആണ്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ പ്രൊപ്പോർഷൻ കാണാൻ പോകണം. അപ്പോൾ പ്രൊപ്പോർഷൻ കാണാനുള്ള ഫോർമുല ഓർമ്മയുണ്ടോ? എക്സ് ബൈ എൻ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ പി എന്ന് പറയുന്നത് എന്തായിരുന്നു? പി എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ സക്സസ് എന്ന് പറയുന്നത് എന്താ? പ്രൊപ്പോർഷൻ ഓഫ് ബാഡ് ആപ്പിൾ കിട്ടണേനാണ് നമ്മളിവിടെ സക്സസ് ആക്കി എടുത്തത് അല്ലേ? അപ്പോൾ ബി അല്ലെങ്കിൽ പി സ്മോൾ ലെറ്റർ പി എന്ന് പറയുന്നത് അപ്പോൾ പ്രൊപ്പോർഷൻ ഓഫ് ബാഡ് ആപ്പിൾസ് ആണ്. അത് എത്രയാണ് വരിക? നമ്മുടെ സാമ്പിളിൽ എത്ര ബാഡ് ആപ്പിൾസ് ഉണ്ടായി? 65. ടോട്ടൽ എത്ര സാമ്പിൾ ഉണ്ടായി അല്ലെങ്കിൽ സാമ്പിളിൽ ടോട്ടൽ എത്ര ആപ്പിൾസ് ഉണ്ടായിരുന്നു? 500. അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷൻ കിട്ടാനുള്ള ഫോർമുല എക്സ് ബൈ എൻ എന്നാ പറഞ്ഞത്. എക്സ് 65 ആണ്, എൻ എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ 65/500 ആയി. 5 ക്യാൻസൽ ചെയ്യാൻ മുകളിലും താഴെയും 13/100 എന്നാവും. ഡെസിമൽ ഫോം ആക്കുമ്പോൾ 0.13 എന്നായി. അപ്പോൾ പിയുടെ വാല്യൂ 0.13 ആണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം ക്യൂ കാണാനായിട്ട് ബൈനോമിയലിലൊക്കെ ചെയ്യണ ഫോർമുല പോലെ 1 മൈനസ് പി എന്ന് എഴുതുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 1 മൈനസ് 0.13 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.87. ശരിക്കും പറഞ്ഞാൽ ഇതിനെ നിങ്ങൾക്ക് പി എന്നും ക്യൂ എന്നും അല്ല ഡിനോട്ട് ചെയ്യാൻ പറ്റുക. പകരം എന്തെന്ന് ഡിനോട്ട് ചെയ്യണം? പി ഡാഷ് എന്നും ക്യൂ ഡാഷ് എന്നും ഡിനോട്ട് ചെയ്യണം. കാരണം ഇത് ആരുടെ പ്രൊപ്പോർഷനാണ്? ഒരു സാമ്പിളിൻ്റെയാണ് അല്ലേ? ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്ന് 500 ആപ്പിളും കൂടി എടുത്തു. ആ 500 എണ്ണത്തിൻ്റെ കേസിൽ 65 എണ്ണം കേടുള്ളതാണ്. ആ 65നെ 500 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് പി ഡാഷ് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ഓഫ് ബാഡ് ആപ്പിൾ എന്ന് പറഞ്ഞ് കിട്ടണം. അപ്പോൾ ഇത് സാമ്പിളിൻ്റെ കേസിലെ പ്രൊപ്പോർഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ പി ഡാഷ് എന്നും ക്യൂ ഡാഷ് എന്നും എടുത്തത്. ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളൂ. നമ്മുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ നമുക്കറിയാം കൺസ്ട്രക്ട് ചെയ്യാൻ പറയുന്നത് എന്ത് ഇൻ്റർവെലാണ്? 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ അല്ലേ കൺസ്ട്രക്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഞാൻ സി ഐന്ന് എഴുതിയത് കോൺഫിഡൻസ് ഇൻ്റർവെലിനാണ് കേട്ടോ. അപ്പോൾ 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ ആരാ? പ്രൊപ്പോർഷനുള്ള അല്ലെങ്കിൽ പ്രൊപ്പോർഷന് വേണ്ടിയുള്ള 95% കോൺഫിഡൻസ് ഇൻ്റർവെലാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പോണേ. അപ്പോൾ അതിൻ്റെ ഫോർമുല എങ്ങനെയാണ്?
പി ഡാഷ് പ്ലസ് ഓർ മൈനസ് സെഡ് ആൽഫ ബൈ ടു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 95% കേസിൽ സെഡ് ആൽഫ ബൈ ടു എത്രയാണ്? 1.96 ആണ് വരിക ഇൻറ്റു റൂട്ട് ഓഫ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? പി ഡാഷ് ക്യൂ ഡാഷ് ബൈ എന്തെന്നും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു, എൻ എന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. ശരിയല്ലേ? അപ്പോൾ ഈ ഫോർമുല പഠിച്ചു വയ്ക്കുക. മനസ്സിലായത് ഇട്ട് കൊടുക്കുക വീണ്ടും വാല്യൂസ്. ഓൾറെഡി നമ്മുടെ കയ്യിൽ പി ഡാഷ് എത്രയാണെന്ന് അറിയാം, 0.13 പ്ലസ് ഓർ മൈനസ് 1.96 ഇൻറ്റു റൂട്ട് ഓഫ് പി ഡാഷ് ക്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.13 ഇൻറ്റു 0.87 ബൈ എന്നിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുണ്ട് 500 ആണ്. ശരിയല്ലേ? അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ ഏകദേശം വരാൻ പോണത് 0.13 പ്ലസ് ഓർ മൈനസ് ഈ രണ്ടാമത്തെ ആളുടെ മൾട്ടിപ്ലിക്കേഷനും റൂട്ട് എടുക്കലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോണ വാല്യൂ 0.029478 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാല്യൂസ് ആണ്. ഞാൻ ജസ്റ്റ് 4 എഴുതിയിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യുക? ഇത് 2 ആക്കി എഴുതുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? 0.13 മൈനസ് 0.0294 ഓർ വേറെ കേസ് എങ്ങനെയാണുള്ളത്? 0.13 പ്ലസ് 0.0294 എന്നിങ്ങനെ 2 ആക്കി എഴുതുക. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടാൻ പോണത്? നമുക്ക് കിട്ടാൻ പോണ വാല്യൂസ് 0.1005 എന്നുള്ളതും കിട്ടും. ഇപ്പുറത്തെ കേസിൽ എത്രയാണ് കിട്ടാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരണം നോക്കിക്കോളൂ. എത്രയാണ് വരുന്നത് നിങ്ങൾ കാൽക്കുലേറ്ററിലിട്ട് ചെയ്താൽ മതി. 0. എത്ര കിട്ടുന്നുണ്ട്? 1594 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻ്റർവൽ ആക്കി എഴുതണം ഇനി അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് നമ്മളോട് കാണാൻ പറഞ്ഞത് കോൺഫിഡൻസ് ഇൻ്റർവൽ ആണ്. ആർക്ക്? പ്രൊപ്പോർഷൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ. ശരിയല്ലേ? അപ്പോൾ കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ പ്രൊപ്പോർഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഇൻ്റർവൽ ആക്കി എഴുതുക. അതായത് അപ്പോൾ എങ്ങനെ എഴുതേണ്ട? ഇൻ്റർവലിൻ്റെ ലോവർ ലിമിറ്റ് എത്രയാണ്? 0.1005 തുടങ്ങിയിട്ട് എവിടെ വരെ പോവും? 0.1594 വരെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർവൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസറായി. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏതൊക്കെ ടോപ്പിക്ക് കവർ ചെയ്ത് കഴിഞ്ഞു? കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മീൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിലും ഇതിൻ്റെ തുടക്കത്തിലെ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇപ്പോൾ കണ്ടത് എന്താ? കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ജസ്റ്റ് എന്താ? ഈ ഫോർമുല അറിയണം, പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ആൾക്കാരെ എങ്ങനെയാണ് കാണാമെന്ന് അറിയണം. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കോൺഫിഡൻസ് ഇൻ്റർവൽ പഠിക്കുന്ന കേസിൽ നമ്മൾ ഓർത്ത് വെക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ഫസ്റ്റ് ടോപ്പിക് ഈ മൊഡ്യൂളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത മൊഡ്യൂളിൽ അല്ലെങ്കിൽ അടുത്ത സെക്ഷൻ, മൊഡ്യൂളല്ല അടുത്ത സെക്ഷനിൽ കാണാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നായിരിക്കും മെയിൻ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അപ്പോൾ എന്താ ഹൈപ്പോത്തസിസിൻ്റെ ടെസ്റ്റിംഗ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. ഓക്കെ.